ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 വിക്ഷേപിച്ചത്. ഡ്രാഗൺ ബഹിരാകാശ പേടകവുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്നു. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് പൈലറ്റ്. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗി വിറ്റ്സാണ് നേതൃത്വം നൽകുന്നത്. പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ദൌത്യസംഘത്തിലുള്ള മറ്റുള്ളവർ. നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പേടകം ബഹിരാകാശ നിലയത്തിലെത്തും. 2 ആഴ്ച ശുഭാംശുവും സംഘവും വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. ആരോഗ്യം, ഭൗമനിരീക്ഷണം, ഭൗതികശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം നടത്തും. 30-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 60ഓളം പരീക്ഷണങ്ങൾ നടത്താനാണ് യാത്ര. ഇന്ത്യയിൽ നിന്ന് 7 പരീക്ഷണങ്ങൾ നടത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. ആക്സിയം സ്പേസ്, നാസ, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, സ്പേസ് എക്സ് എന്നിവരുടെ സംയുക്ത ദൌത്യമാണ് ആക്സിയം 4. ശുഭാംശുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത്. മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ 5 തവണ മാറ്റിവെച്ചിരുന്നു. ഒടുവിലാണ് ഇന്ന് വിക്ഷേപണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.